രാജാക്കന്മാരുടെ പുസ്തകത്തിന്റെ 1-ാം പുസ്തകത്തിൽ 12-ാം അധ്യായം തൊട്ട് വീണ്ടും നാം തുടരുകയാണ്. അക്കൂടെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, നമ്മൾ ഈ ഭാഗമൊക്കെ വായിച്ചു പോകുമ്പോൾ ഒരു ചരിത്ര അവലോകനം എന്ന നിലയിൽ മാത്രം അതിനെ കാണാൻ പാടില്ല. ചരിത്രം അതിനകത്തുണ്ട്. വെളിപാടിന്റെ ചരിത്രത്തില് ഇതുപോലുള്ള രാജകീയ സംഭവങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത് എല്ലാ കാലത്തേക്കും പ്രസക്തമായ സന്ദേശം നൽകാനാണ്. ഉദാഹരണം പറഞ്ഞാൽ സോളമന്റെ ഉയർച്ചയും താഴ്ചയും, വളർച്ചയും പതർച്ചയും, ഇതൊക്കെ നാം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന തത്വങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഏത് ഭരണകൂടത്തിനും പ്രസക്തമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഇത് ദൈവവചനമാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ കൃത്യം ചരിത്ര ആഖ്യാനത്തിന്റെ നൂലാമാലകൾ കണ്ടെത്തി ചരിത്രം പഠിക്കുക എന്ന അർത്ഥത്തോടെയല്ല വചനത്തെ സമീപിക്കേണ്ടത്. മറിച്ച് അതിലൂടെ ദൈവം ഇന്ന് എന്നോട് എന്ത് സംഭാഷിക്കുന്നു എന്ന് കണ്ടെത്തുകയാണ്. നാം ഇപ്പോൾ ഇന്ന് കാണുന്നത് BC 931 മുതൽ BC 721 വരെയുള്ള ഘട്ടങ്ങളിലെ ചരിത്രമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. മുഴുവനും ഇത് ഒരു ടോക്ക് കൊണ്ട് തീരില്ല. 931 സോളമന്റെ കാലഘട്ടം മുതൽ 721 പറഞ്ഞാൽ നമുക്കറിയാം ചരിത്രത്തിൽ ഏറ്റവും ഗൗരവമായ സംഭവം നടന്ന കാലമാണ്. 721 BC അസീറിയക്കാർ വന്ന് വടക്കൻ ഇസ്രായേലിനെ തകർത്ത് കളഞ്ഞതാണ്. വടക്കൻ ഇസ്രായേലും യൂദായുമായിട്ട് വേർപിരിഞ്ഞും 2 രാജ്യങ്ങളായിട്ട് തീരുന്നു. അതൊക്കെ ഇപ്പോൾ നമുക്ക് കാണാൻ പോവുകയാണ്. അപ്പോ ആ വടക്കൻ ഇസ്രായേലിന്റെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് 721 തകർത്ത് കളഞ്ഞിട്ട് പിന്നീട് അത് ഉന്മൂലന നാശം ഉണ്ടായി. പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല. അതാണ് നഷ്ടപ്പെട്ട ഗോത്രങ്ങളെന്ന് യഹൂദന്മാർ പറയുന്നത്. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഒരുപാട് ലോകങ്ങളിലേക്ക് രാജ്യങ്ങളിലേക്ക് വന്ന് ചെതറി വ്യാപിച്ചു പോയി. കാശ്മീരിൽ നിന്ന് തിരിച്ചു പോകുന്നു എന്ന് കേൾക്കുന്നുണ്ട് വിഭാഗം. അത് ഇവരായിരുന്നു, വിരൽച്ചവരായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് നാം തിരിയുകയാണ്. നമ്മൾ ഒരു 2 നൂറ്റാണ്ട് കാലഘട്ടത്തിന്റെ ഘട്ടങ്ങളിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന എന്താണ്? സോളമന് ശേഷം വന്ന പുത്രൻ റഹോബുവാമിന്റെ ആ ധിക്കാരവും അഹങ്കാരവും മർക്കടമുഷ്ടിയും, വേദന അറിയാതെ വളർന്നു വന്ന രാജകുമാരൻ. വല്യപ്പൻ കഷ്ടപ്പെട്ട് വളർത്തി സാമ്രാജ്യത്തെ പടുത്തുയർത്തി അതിന്റെ സുരക്ഷിതത്വത്തിലേക്ക് പിറന്നു വീണ സോളമൻ വലിയ വിജ്ഞാനിയാണെങ്കിലും ആർഭാടപൂർണമായ ജീവിതം നയിച്ച രാജ്യത്തെ വിസ്തൃതിയിലാക്കി, സുരക്ഷിതത്വമൊക്കെ നൽകി. പക്ഷേ അവസാനം അവിശ്വസ്തത ദൈവത്തോട് കാണിച്ചുകൊണ്ട് നയതന്ത്രജ്ഞയുടെ ഭാഗമായി മറ്റ് രാജാക്കന്മാരുടെ മക്കളെയൊക്കെ വിവാഹം ചെയ്ത് വിഗ്രഹാരാധകരുടെ മക്കൾ, പ്രത്യേകിച്ച് അഹാബിന്റെ ആ വംശത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വിഗ്രഹാരാധനയ്ക്ക് വഴിവെച്ച് കൊടുക്കാൻ നിവൃത്തിയില്ലാണ്ടായി. ജെറുസലേം പോരാ, മറ്റ് സ്ഥലങ്ങളിലൊക്കെ ആരാധനാലയങ്ങൾ വിഗ്രഹങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കേണ്ടി വന്നപ്പോൾ പതറിപ്പോയി. സോളമൻ രാജാവ് പതറിപ്പോയി. വിജ്ഞാനിയായ സോളമൻ ഇങ്ങനെ എത്രയും പതറാൻ കാര്യം? അതിൽ നാം പഠിക്കുന്ന പാഠം എന്താ? നിങ്ങൾക്കറിയാവോ, അവസാനം സോളമൻ ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയല്ലോ. അവസാനം പറഞ്ഞിരിക്കുന്നത് നല്ല ഒന്നാന്തരം ഭാഷയിൽ പറഞ്ഞു വെച്ചിരിക്കുക, എല്ലാം മായ. ഇദ്ദേഹം അനുഭവിച്ചതെല്ലാം മായയാണെന്ന് കണ്ടെത്തി നിരർത്ഥകത്വത്തിൽ നിൽക്കുന്ന അവസാനം. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് പോകുന്ന കാര്യങ്ങളാണ്. ഈ കാലഘട്ടത്തിലാണ് പ്രവാചകന്മാര് കടന്നു വരുന്നത്. പ്രവചന ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ എഴുതി നോക്കുമ്പോൾ അതൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് ഒരു പ്രവചനം എന്ന നിലയിൽ നമുക്ക് കാണാതെ അതിൻ്റെ ചരിത്രപരമായ അതുപോലെ തന്നെ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ടുകളും തിരിച്ചറിഞ്ഞുകൾ മാത്രമേ അതിൻ്റെ സന്ദേശത്തിന്റെ ശക്തിയും ആഴവും ഇന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. ആ വലിയ പ്രവാചകന്മാർ ആ കാലഘട്ടങ്ങളിലെ ആമോസ് ഒരു പ്രവാചകനായിരുന്നു, ഗർജിക്കുന്ന സിംഹമായിരുന്നു. ആമോസ് നീതിക്ക് വേണ്ടിയിട്ടുള്ള ഗർജനം. അതുപോലെ തന്നെ വന്നിരിക്കുന്ന ഹൊസിയ കരുണയുടെ സ്നേഹത്തിന്റെ പ്രേമത്തിന്റെ പ്രവാചകനായിരുന്നു. അതുപോലെ വന്നിരിക്കുന്ന മറ്റ് മിഖാം, ഏശയ്യ, അറിയാം, 3 ഏശയ്യമാരുണ്ട്. 1-ാം ഏശയ്യ, 2-ാം ഏശയ്യ, 3-ാം ഏശയ്യ.
അപ്പൊ ആ ഏഷ്യയുടെ ചുരുളുകളൊക്കെയാണ് കൊമറാൻ കേവുകൾ എന്ന് 1947 സർക്കാർ കണ്ടെത്തിയത്. ആ ഏഷ്യ അതിനു മുമ്പ് ഏലിയായും എലീഷയായും ഒക്കെ ഒത്തിരി വലിയ ഉമ്പൻ പ്രവാചകന്മാർ, ഒന്നും എഴുതാത്ത പ്രവാചകന്മാരാണ് ഏലിയ എലീഷായും. പക്ഷെ അവരെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം ഏലിയയിലേക്ക് നമുക്ക് കടന്നു വരും, ആരായാലും നമുക്ക് അത്ഭുതപ്പെട്ടു പോകും. അവസാനം ഏലിയ വീണ്ടും വരും എന്നുള്ള ധാരണ ആ യഹൂദരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഏലിയ ഇങ്ങനെ ചുഴലിക്കാറ്റിലൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. നമുക്ക് അതിലേക്കൊക്കെ വരികയാണ് സാവധാനത്തിൽ. ഏലിയായുടെ ശിഷ്യനായ എലീഷ കടന്നു വരുന്നു. നിന്റെ ശക്തിയിൽ ഇരട്ടി പങ്ക് എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് എലീഷ പുറകെ പിന്നാലെ നടന്ന വിശ്വസ്തനായ മാതൃകാപരമായ ശിഷ്യനായിട്ട് അവസാന അങ്കി അദ്ദേഹത്തിന് ലഭിക്കുകയും അങ്ങനെ ഏലിയായുടെ ആ വലിയ ശക്തി വിശേഷം കെട്ടിക്കൊണ്ട് അദ്ദേഹം യോർദാൻ നദിയുടെ മേൽ അടിച്ചപ്പെട്ടുണ്ടായിട്ട് പിന്തിരിയുകയും പിന്നെ എലീഷയുടെ കാലഘട്ടമൊക്കെ നമ്മൾ പിന്നീട് കാണാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും ശരി, ആ കാലഘട്ടങ്ങളൊക്കെ ഇവിടെയാണ് എന്ന കാര്യം നാം ഓർക്കണം. അപ്പോ അന്ന് ആ സാഹചര്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ന് അവിടുന്ന് പറിച്ചെടുത്ത് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അറിയാൻ പാടില്ല, ചുമ്മാ അങ്ങ് വായിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും പിടികിട്ടുകയില്ല, അർത്ഥം പോലും മനസ്സിലാവുകയില്ല. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ പ്രത്യേക മനുഷ്യപ്രകൃതിക്ക് എപ്പോഴും സാർവത്രികതയുണ്ട്. ഏത് കാലഘട്ടത്തിലായാലും ശരി പാപത്തിന് എപ്പോഴും സാർവത്രികതയാണുള്ളത്. അപ്പൊ അതുകൊണ്ട് വീഴ്ച വരുമ്പോൾ മനുഷ്യന്റെ പ്രകൃതി വീഴ്ചയാണ്. ആ വീഴ്ചയ്ക്ക് പരിഹാരം എന്താണ് എന്ന് കണ്ടെത്തുന്നത് ഈ അനുഭവങ്ങളിലൂടെയാണ്. അപ്പൊ അവിടെ ഒരു നിശ്ചിത ഘടന നമ്മൾ കാണുന്നുണ്ട് ഇവിടെ. അതായത് രാജാവിന്റെ സ്ഥാനാരോഹണം, പിന്നെ രാജാവിന്റെ വാഴ്ച, പിന്നെ രാജമാതാവ്, രാജാവിന്റെ ചെയ്തികൾ, മരണം. അതായത് രണ്ടായിട്ട് പിളർന്നു കഴിഞ്ഞപ്പം രണ്ട് ലൈനിലൂടെ രാജാക്കന്മാർ വരികയാണ്. വടക്കൻ ഇസ്രായേലിലൂടെ കൂടുതൽ രാജാക്കന്മാർ, 21 രാജാക്കന്മാർ വന്നപ്പോൾ യൂദായും ബെഞ്ചമിന് വാസ്തവത്തിൽ യൂദായിൽ അങ്ങ് ലയിച്ചു. അവിടെ ശിമെയോൻ ഗോത്രം എന്ന് പറയുന്നത് നേരത്തെ ലയിച്ചു. അപ്പൊ അവര് വാസ്തവത്തിൽ യൂദാ മാത്രം നിലനിൽക്കുകയും ജെറുസലേമിൽ ഉള്ളത് കൊണ്ട് കുറെ കൂടി ശക്തി ആർജിച്ച് നിൽക്കുകയും ഒരു 1.5 നൂറ്റാണ്ട് കഴിഞ്ഞ് BC 587 ബാബുലോൺ ആക്രമണം ഉണ്ടായിട്ട് ബാബുലോൺ അടിമത്തത്തിലേക്ക് യൂദാ പോകുന്നത്. അതിനു മുമ്പ് അസീറിയൻ ആക്രമണം വന്ന് 721 വടക്കൻ ഇസ്രായേൽ പോയി. അപ്പോൾ ചില രാജാക്കന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു പ്രശംസയുമില്ല. അവര് ദൈവത്തിന്റെ മുമ്പിൽ, യഹോവയുടെ മുമ്പിൽ അനീതി പ്രവർത്തിച്ചെന്ന് മാത്രം തുടരെ പറയുന്നുണ്ട്. എന്നാൽ യൂദായിലെ പല രാജാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ പ്രശംസാപൂർവമായിട്ടാണ്, ദൈവത്തിന് പ്രീതികരമായിട്ട് പ്രവർത്തിച്ചെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിശ്വസ്തത എന്ന് പറയുന്ന സംഗതി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ വിശ്വസ്തത പാലിക്കാതെ വന്നപ്പോൾ തകർച്ചയുണ്ടായി, പതർച്ചയുണ്ടായി. അതേ സമയത്ത് അനുദപിച്ച് തിരിച്ചു വരാൻ തുടങ്ങുമ്പോൾ തിരിച്ചെടുക്കുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ ഈ സന്ദേശം എല്ലാ കാലത്തേക്കും പ്രസക്തമല്ലേ? അതുകൊണ്ടാണ് ഈ പറയുന്നത്, ഇത് ഈ രാജാക്കന്മാരൊക്കെ ചരിത്ര വിവരണങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ പഴയ ഒരു ചരിത്രം വായിച്ച് തൃപ്തി എന്ന് പറഞ്ഞിരുന്നാൽ പോരാ. അത് ഇന്ന് ആപ്ലിക്കബിൾ ആണ്. ആ വചനത്തിന് ഇന്നും നമുക്ക് പ്രസക്തി ഉണ്ടെന്ന കാര്യം മനസ്സിലാക്കിയിരിക്കുക. 4 ഭാഗങ്ങളായിട്ട് ഈ 1 രാജാവ് 12 തൊട്ട് 2 രാജാവ് 17 വരെയുള്ള ഭാഗം തിരിക്കാൻ നമുക്ക് പറ്റും. ഒന്ന് അതിന്റെ വിഭജനം മുതൽ ആഹാബ് വരെയുള്ള കാര്യങ്ങൾ ആദ്യം നമ്മൾ കാണുന്നതാണ്. വിഭജനം മുതൽ ആഹാബ് രാജാവ് വരെയുള്ള കാര്യങ്ങൾ. പിന്നീട് അങ്ങോട്ട് ഏലിയ പ്രവാചകൻ വരുന്നു, പിന്നീട് എലീശ പ്രവാചകൻ വരുന്നു, പിന്നെ ഇസ്രായേലിന്റെ നാശത്തിലേക്ക് പോകുന്ന സാഹചര്യം വരുന്നു. അതായത് 4 വിഭാഗങ്ങളായി, ഉപവിഭാഗങ്ങളായിട്ട് ഇത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമുക്ക് ആദ്യമേ കാണുന്നത് ഈ വിഭജനം തൊട്ട്, അതായത് 2ആയിട്ട് വിഭജിക്കപ്പെട്ടു എന്ന് പറഞ്ഞുവല്ലോ. അതായത് 10 ഗോത്രങ്ങൾ പിരിഞ്ഞു പോവുകയും ഇനി ദാവീദ് കുടുംബമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, ജെറോബുവാം എന്ന് പറഞ്ഞ സർവ്വസേനാധിപന്റെ നേതൃത്വത്തിലും വടക്കൻ ഇസ്രായേൽ പിരിഞ്ഞങ്ങ് പോയ ആ വിഭജനം, ഇത് വലിയ വമ്പൻ വിഭജനമായിരുന്നു. ഇസ്രായേലിന്റെ ശക്തി കെടുത്തിയതാണ്. വിഭജനം തൊട്ട് പിന്നീട് അങ്ങ് ആഹാബ് വരെയുള്ള ഘട്ടങ്ങൾ. ആഹാബിന്റെ കാലത്താണ് അത് ഭയങ്കരമായ വിഗ്രഹാരാധന അടിച്ചു വന്ന് ഏലിയയൊക്കെ കടന്നു വരുന്ന സാഹചര്യം. അപ്പൊ അന്ന് ഉണ്ടായ സാധ്യത നമുക്ക് ഇന്നും പഠിക്കുന്ന പാഠമല്ലേ. എപ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നു അപ്പോൾ ശക്തിയുണ്ട്, എപ്പോൾ വിഭജിക്കപ്പെട്ടു അപ്പോൾ ദൗർബല്യം ഉണ്ടായി. ഇത് ഒറ്റക്കെട്ടായി ദാവീദിന്റെ ഘട്ടത്തിൽ നിന്ന് കഴിയുമ്പോൾ ശക്തി ആർജിച്ചു. ഒരു ശത്രുവിനും അവിടെ കീഴടക്കാൻ പറ്റിയില്ല. സോളമന്റെ കാലഘട്ടം വന്നപ്പോൾ ഒന്നിപ്പോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങൾക്ക് അപ്പം കൊടുത്തിരുന്നു. വിഭജിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദുർബലമായപ്പോൾ എന്ത് ചെയ്തു? മറ്റ് രാജ്യങ്ങൾക്ക് അപ്പം കൊടുക്കുന്നവർ സ്വതന്ത്രമായിട്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് അവരെ പിന്മാറി. പിന്നെ ശത്രുക്കളുടെ ആക്രമണം വരാൻ തുടങ്ങി. അപ്പം നേരിടാൻ കഴിവില്ല. ഇത് ഇന്ന് നടക്കുന്ന കാര്യമല്ലേ.
ഏത് തലത്തിലായാലും, സഭയിലായാലും ശരി, രാഷ്ട്രത്തിലായാലും ശരി, സഭാ സമൂഹത്തിലായാലും ശരി, വിഭജനം ഉണ്ടായി കഴിയുമ്പോൾ ദൗർബല്യം ഉണ്ടാകും. ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ. ശക്തി ക്ഷയിക്കുക, ധാർമ്മികമായ ശക്തി ക്ഷയിക്കുക, നമ്മുടെ വാക്കുകൾക്ക് വിലയില്ലാണ്ടായി തീരുക. അതിലേ ഇപ്പോൾ പറയുന്നത്. ആദ്യം നിങ്ങളെ തന്നെ നന്നാക്കുന്ന ഒരു ക്രിസ്ത്യാനിയോട് ഇപ്പം പറയുമ്പോൾ കുനിഞ്ഞിരിക്കുകയല്ല മറ്റെന്താ മാർഗം? ആത്മശോധന ചെയ്ത് അനുഭവിച്ച് തിരിച്ചു വരികയല്ല മറ്റൊരു മാർഗമൊന്നുമില്ല. മറ്റുള്ളവരെ പഴിച്ചിട്ടും കാര്യമില്ല. നമ്മുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുള്ളത് തിരുത്താൻ തയ്യാറാകേണ്ടതാണ്. തിരുത്തിയെങ്കിൽ മാത്രമേ അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ. മനുഷ്യന്റെ പ്രകൃതിയിൽ ഈ അഹങ്കാരമുണ്ട്. ഈ അഹങ്കാരമാണ് വിഭജനം സൃഷ്ടിക്കുന്നത്. ആ വിഭജനം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നാം ഇല്ലാണ്ടായി തീരുക, നന്നാവില്ല, ഇല്ലാണ്ടായി തീരുക. ഞാൻ വലിയ ആളാന്ന് വിചാരിക്കുന്ന ഇവിടെ നിന്നിട്ട് ഞാൻ പതറാൻ തുടങ്ങുന്നു, തകരാൻ തുടങ്ങുന്നു. ഈ ബോധ്യമാണ് നമ്മെ പഠിപ്പിക്കുന്ന ദൈവവചനം. നേരെ മറിച്ചത് ഞാൻ ഒന്നുമല്ല, ദൈവത്തിന്റെ കരങ്ങൾ ഉപകരണമാണെന്ന് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നന്മ തിരിച്ചു വരാൻ തുടങ്ങും. അപ്പൊ ആ ഒരു സത്യം നാം മറന്നു പോകാനിടയാ. അപ്പൊ വിഭജനം തൊട്ട് 1 രാജാക്കന്മാര് 12-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ നാം കാരണം അരനൂറ്റാണ്ട് കാലത്തെ ചരിത്രം ഇവിടെ പറയാൻ പോവുകയാണ്. വിഭജന കാരണമുള്ള കൃത്യമായി നമുക്കറിയാം. രാജാക്കന്മാരുടെ നിലയിൽ അന്ന് വളരെ കൃത്യമായിട്ട് ഇസ്രായേല് 7 രാജാക്കന്മാർ, യൂദായില് 3 രാജാക്കന്മാർ ഈ കാലയളവിൽ ഉണ്ടായി. അപ്പൊ ഇരു രാജ്യങ്ങളും തമ്മിലാണ് ഈ ശത്രുതയായി. ഇത് തന്നെ ഒരു കുടുംബം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ട് കഴിയുമ്പോൾ വിഭജിക്കപ്പെട്ട 2 സഹോദരന്മാർ തമ്മിലാണെങ്കിലും പിന്നെ അങ്ങോട്ട് അയൽക്കാരെക്കാൾ കൂടുതൽ ശത്രുത ഈ സഹോദരങ്ങൾ തമ്മിൽ ഉണ്ടാകുന്നു എന്നുള്ളത് സാധാരണ അനുഭവമല്ലേ. ഒരു കുടുംബമാണ് ഒന്നിച്ച് വരുമ്പോൾ കുടുംബത്തിൽ ഒന്നിച്ച് വരും. കുടുംബ യോഗമൊക്കെ ഉണ്ട്, വലിയ കാര്യമൊക്കെയാ, വമ്പൻ കുടുംബമാണ്. പൊങ്ങച്ചം പറയുന്നത് നമുക്ക് ഒട്ടും പറയലൊന്നുമല്ല. അങ്ങ് പണ്ട് പകരോ മറ്റും കുടുംബത്തിൽ പെട്ട് പിറന്നവരാണെന്നൊക്കെ നമ്മൾ പറയും. തോമാസ് മുഹമ്മദ് സയ്യിദ് എന്നൊക്കെ പറയും. ഈ പൊങ്ങച്ചത്തൊന്നും ഒരർത്ഥവുമില്ല. എന്നിട്ട് ഇവിടെ സംഭവിക്കുന്നത്, ഒരപ്പൽ നിന്ന് പിരിഞ്ഞ 2 സഹോദരങ്ങൾ തമ്മിൽ ശത്രുതയായിട്ട് പരസ്പരം പിരിഞ്ഞ് സ്വന്തം മക്കൾ പരസ്പരം ബന്ധപ്പെടാതെ, ചേട്ടന്റെ അനിയന്റെയും മക്കൾ തമ്മിൽ പോലും മിണ്ടാതെ പള്ളിയിൽ വന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്നാ പൊങ്ങച്ച കുടുംബത്തെക്കുറിച്ച് പറയുന്നത്? അവിടെ നമ്മൾ ഇല്ലാണ്ടായിത്തീരുക, നഷ്ടപ്പെട്ടു പോവുക, ദുർബലരായി നമ്മളെയാണ് മിടുക്കണമെന്ന് വിചാരിക്കും. ഒരു മിടുക്കുമല്ല, നമ്മുടെ ആന്തരിക ശക്തി ക്ഷയിച്ചു പോവുക. നമ്മുടെ തലമുറയിലേക്ക് വിഷം കടന്നു വരിക. നന്മയല്ല വരുന്നത്, മനസ്സിന്റെ വളർച്ചയല്ല, മനുഷ്യന്റെ തകർച്ച കടന്നു വരുന്നു. ഇപ്പൊ അതുകൊണ്ട് വളരെ എന്നും കൃത്യമായിട്ടുള്ള സന്ദേശം അതിനകത്ത് കിടക്കുന്നത്. അതുകൊണ്ട് വിഭജനം കാരണം ഇവിടെ എന്താണ്? അഹങ്കാരം, വേറൊന്നുമല്ല. റഹോബോവാമിന്റെ അഹങ്കാരം മർക്കട മുട്ടി. വളരെ ഭംഗിയായിട്ട് ആ പഴയ കൗൺസിലേഴ്സ് പറഞ്ഞില്ലേ, നിന്റെ അപ്പൻ ഈ അടിമകളെ പോലെ ജനത്തെ കൊണ്ട് പണിയിപ്പിച്ചു, ചാട്ട് കൊണ്ട് അടിച്ചാണ് ഈ പണിയെല്ലാം ചെയ്ത്, അങ്ങനെയാണ് ഈ വലിയ ഭയങ്കര പള്ളി പണിത്, അങ്ങനെയാണ് ഈ കൊട്ടാരം പണിത്. ഇന്നും കണ്ടില്ല. അപ്പൊ നമ്മൾ തിരിച്ചെന്ന് നോക്കാൻ മനസ്സിലാവും ആ പണിയുടെ കാഠിന്യം എന്തായിരുന്നു. ഇന്നിപ്പോ ആ ദേവാലയത്തിന്റെ അവശിഷ്ടം അവിടെ ഇരിപ്പുണ്ടല്ലോ. അന്ന് പറഞ്ഞ ദേവാലയത്തിന്റെ പുറംതെറ്റി അവിടെ ഇരിപ്പുണ്ട്. ആ കല്ല് നിൽക്കുന്ന ഭയങ്കര ഭിത്തിയ വേലിംഗ് മോൾ എന്ന് പറയുന്നു. അതിന്റെ അടുത്ത് വന്ന ഈ യഹൂദൻ തലയിട്ടടിച്ച് പ്രാർത്ഥിക്കണം. ആ കല്ലുകൾ കണ്ടാൽ തോന്നും അന്ന് ഈ JCB ഒന്നുമില്ല, ഒരു യന്ത്രവുമില്ല, മനുഷ്യ കരങ്ങളാണ് ഉരുട്ടി 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 കൊണ്ടുവന്ന് പൊക്കി വെച്ചിരിക്കുന്നത്. അത് എന്തെല്ലാം വിധത്തിലായിരിക്കും ഈ അടിമകളെ കൊണ്ട് പണിയിപ്പിച്ചത്, ആലോചിച്ച് നോക്കുവേൻ. എന്ത് കഠിനമായ ജോലി. എന്നിട്ട് കൂലി കൊടുക്കാതെ ഭക്ഷണം മാത്രം കൊടുത്തിട്ട് അവസാനം രാത്രി നടന്ന് വീട്ടിലേക്ക് പോയി, ഒന്നുമില്ലാതെ പോയിട്ട് പിറ്റേ ദിവസം രാവിലെ വന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇവിടെ വന്ന് ഇതുപോലിട്ട് ആരെയാ സ്വന്തം ജനത്തെ, ഇസ്രായേൽ ജനത്തെ പണിയിപ്പിച്ച് ഈജിപ്തിന്റെ അടിമകളെക്കാൾ രൂക്ഷമായ അടിമത്തം സോളമൻ രാജാവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായി. അത് വെച്ചുകൊണ്ടാണ് മുതിർന്ന കൗൺസിലേഴ്സ് പറഞ്ഞു, റഹോബോവാമിന്റെ മോനെ ഒരു കാര്യം ചെയ്യണം, നിന്റെ അപ്പൻ എങ്ങനെയൊക്കെയാണ് ചെയ്തത്, ഇനി അതിന്റെ ആവശ്യമില്ല. അന്ന് വേണമെങ്കിൽ ആവശ്യമെന്ന് പറയാമായിരുന്നു. ദേവാലയം പണിയണം, ബൃഹത്തായ ദേവാലയമാണ്. ലെബനോനിലെ ദേവദാരു കൊണ്ടുവരണമായിരുന്നു. എത്രയോ വലിയ ഭയങ്കര തടികൾ അവിടുന്ന് വെട്ടിക്കൊണ്ടുവരണമായിരുന്നു. അത് കൊണ്ടുവരാൻ വേണ്ടി ടൈർ രാജാവിന്റെ അടുത്ത് കപ്പം കൊടുത്തിട്ട് അവിടുന്ന് കൊണ്ട് ഒരു ഭയങ്കര 10,000-കണക്കിന് ആളെ നിർത്തിയാണ് ഈ തടി കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അതുപോലെ മറ്റു പല കാര്യങ്ങളും. അപ്പോൾ ചെയ്ത ഘട്ടങ്ങളിലൊക്കെ അടിമപ്പണി വേണമായിരുന്നിരിക്കാം. പക്ഷെ ഒരു കാര്യം ചെയ്യണം, ഇനി അതിന്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ അതിന്റെ രാജ്യം സുരക്ഷിതത്വമാണ്. ആവശ്യത്തിന് സൈന്യബലമുണ്ട്, നിന്ന് കോട്ടകളുണ്ട്, ആവശ്യത്തിന് സുരക്ഷിതത്വമുണ്ട്. പിന്നെ കൂടാതെ തന്നെ ഇവിടെ മറ്റ് കപ്പം നൽകുന്ന രാജാക്കന്മാരുണ്ട്. നിങ്ങൾക്ക് വിധേയരായിരിക്കാം. ഒരു കാര്യം ചെയ്യണം, ഇനി ഈ ജനത്തിന് അടിക്കാൻ പാടില്ല, തല്ലാൻ പാടില്ല, ചാട്ട് കൊണ്ട് അടിക്കരുത്. അതുപോലെ തന്നെ അങ്ങനായിരുന്നു അടിച്ച പണിയിപ്പിച്ചുകൊണ്ടിരുന്നത്. ചെയ്യാൻ പാടില്ല. നികുതി ഇനി ചുമത്തരുത്. അവർ കഷ്ടപ്പെട്ട് പണിയുന്ന കൂലിപ്പണിക്കാരാ, അവരുടെ നികുതി ഇതുപോലെ പിരിക്കരുത്, നികുതി ഇളച്ചു കൊടുക്കണം. ഇത് ആ മനുഷ്യൻ കേട്ടില്ല. ആ മനുഷ്യൻ കേട്ട തന്റെ ചെറുപ്പക്കാരെ കൗൺസിൽ വന്നപ്പോൾ അവർ പറഞ്ഞു, എന്റെ അപ്പൻ ചാട്ട കൊണ്ട് അടിച്ചെങ്കിൽ നീ മുൾച്ചാട്ട കൊണ്ട് അടിക്കാം. മുൾച്ചാട്ട എന്ന് പറയുന്നതാ ചാട്ടയുടെ അറ്റത്ത് ഇങ്ങനെ ഇരുമ്പ് തന്നെ വെച്ചുള്ള അടി. ആ അടി കൊണ്ടുവന്ന മാംസം പറഞ്ഞു പോവും, ചെതറിപ്പോവും, രക്തം ഒഴുകും,
മുൾച്ചാട്ട് കൊണ്ട് നീ അടിക്കണം. അപ്പം നികുതി തൊട്ട് നീ ഇരട്ടി നികുതി, അല്ലെങ്കിൽ ഖജനാവിൽ പണം ഉണ്ടാവില്ല, നിനക്ക് ശക്തി കിട്ടില്ല. ഇത് പറഞ്ഞു കൊടുത്ത് അത് കേട്ടു. അത് കേട്ടിട്ടാണ് ഇത് വല്ല ശക്തമായ രീതിയിൽ ഷെക്കമിൽ വെച്ച് അപ്പോൾ അംഗീകാരത്തിൽ ചെന്നപ്പോൾ ചെന്നിടത്ത് വെച്ച് ഇതങ്ങ് പ്രഖ്യാപിച്ചപ്പോൾ ജനങ്ങളകി അതിഭയങ്കരമായിട്ട് ഇളകിയിട്ട് ജെറോബുവാൻ നേതൃത്വത്തിൽ അങ്ങ് തിരിഞ്ഞു. അതാണ് പിരിഞ്ഞു പോകാൻ കാരണം. ഇനി നാം ഇത് കുടുംബമായിട്ട് ഇയാൾക്ക് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് പോയിട്ട് അവർ വേറെ രാജ്യം ഉണ്ടാക്കി. അതാണ് നമ്മൾ കാണുന്ന ഏറ്റവും ഷെക്കേം തലസ്ഥാനമാക്കിക്കൊണ്ട്, ആദ്യം ഷെക്കേം തലസ്ഥാനമാക്കിക്കൊണ്ട് അവരങ്ങ് മാറുകയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യ വിഭജന കാരണം എന്താ? വാസ്തവത്തിൽ അഹങ്കാരം, അഹന്ത. വേദന അറിയാതെ വളർന്ന മകൻ, സുഖലോലുതയിൽ വളർന്ന പുത്രൻ, അവനെ മനുഷ്യന്റെ കട്ടപ്പാട് അറിയാതെ വളർന്നു. ആ വളർന്ന സാഹചര്യത്തിൽ ഉണ്ടായ ഏറ്റവും ഭയങ്കരമായ വീഴ്ചയാണ് ഈ രാജ്യം വിഭജിക്കാനായിട്ട് ഇടയായത്. പിന്നെ 2 ലൈൻ രാജാക്കന്മാരങ്ങ് വരികയാണ്. അതായത് യൂദായ ലൈൻ ഒന്ന്, മറ്റേത് വടക്കൻ ഇസ്രായേൽ ലൈൻ വേറൊന്ന്. അതിലെന്താണ്? പിന്നെ അവർ തമ്മിൽ യുദ്ധമായി. എന്താ പറഞ്ഞ സഹോദരങ്ങൾ തമ്മിൽ യുദ്ധമായി. വടക്കൻ ഇസ്രായേലും യൂദായും തമ്മിൽ അതിർത്തിയിൽ യുദ്ധം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അറിയത്തില്ലേ, ശത്രു നോക്കി നിൽക്കുന്നത് വെറുതെ നിൽക്കുമോ? അവനിടയ്ക്ക് കയറും. ഒരു സാമ്രാജ്യമോ ഒരു സഭാ സമൂഹമോ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ശത്രുവിനകത്ത് കയറാൻ പറ്റില്ല. തമ്മിൽ യുദ്ധം തുടങ്ങിയപ്പോൾ അകത്ത് ഒരുപക്ഷെ സമാധാനം ഉണ്ടാക്കാൻ വ്യാജേന അകത്ത് കയറുന്നവൻ ശത്രുവാണെന്ന് പോലും അറിയില്ല. അവനകത്ത് കയറി തുറന്നെടുത്തോണ്ട് പോകും, മനുഷ്യന് മനസ്സിലാക്കുകയില്ല. അപ്പൊ അതിന് ദുർബലമാക്കി. സാമന്ത രാജ്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അപ്പൊ അങ്ങനെ വലിയ അബദ്ധത്തിലേക്ക് ചെന്ന് ചാടുകയാണ് ഈ രാജ്യം. ഇപ്പൊ പഴയ പഴങ്കഥയായി പോയി സമൃദ്ധി എന്ന് പറയുന്നത്. ഏറ്റവും വലിയ സമൃദ്ധി നിന്നിരുന്ന രാജ്യം പഴങ്കഥയായി പോയി. ഇപ്പം കാണാൻ പാടില്ല എന്നാ സംഭവിക്കുന്നത്. ഇറാനിൽ സംഭവിക്കുന്നത് എന്താ? നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ആറും പട്ടിണിയാണ് ആ രാജ്യത്ത് ഇപ്പം നടക്കുന്നത്. ആ മനുഷ്യൻ ജീവിക്കാൻ നിവൃത്തിയില്ല സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഉള്ള ശക്തി മുഴുവൻ ആയുധങ്ങൾക്കായിട്ട് ചെലവഴിച്ചു. അമേരിക്ക അങ്ങനെയാണ് നമുക്ക് ചോദിക്കാൻ. അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് 10, 200, 300 വർഷക്കാലത്തേക്ക് ഒന്നുമില്ലെങ്കിലും അവിടെ തന്നെ ഉണ്ട്. അവന് എണ്ണയൊക്കെ അവൻ അതിനകത്ത് തന്നെ ഉണ്ട്. അത് സംഭരിച്ച് വെച്ചുകൊണ്ടാണ് വേറെ എണ്ണ മേടിക്കും. അത് സമ്പദ് സമൃദ്ധിയുടെ കാര്യത്തിൽ പുറകോട്ടൊരിക്കലും ഉടനെ പോകില്ല അമേരിക്ക. ഇവിടെ എന്ത് ചെയ്താ? ഇവിടെ എല്ലാം ഈ എണ്ണയുടെ കാശ് കൊണ്ട് ജീവിച്ചിരുന്നിടത്ത് എണ്ണയുടെ ഭയങ്കരമായ ഈ എണ്ണ ഓയിൽ പ്ലാന്റുകളൊക്കെ തകർന്ന് തരിപ്പണമായി കഴിഞ്ഞപ്പോഴത്തേക്കും, ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും പട്ടിണിയായി, ആരും പട്ടിണിയായി. എന്നിട്ട് അഹങ്കാരം മാറുന്നില്ലല്ലോ, അഹങ്കാരം മാറുന്നില്ല. എന്നിട്ട് എങ്ങനെയെങ്കിലും എന്താ സംഭവിച്ച ആദ്യഘട്ടങ്ങളിൽ മരിച്ചുപോയ ഖമേനി എന്ന് പറഞ്ഞ മനുഷ്യൻ 2040 കൂടി യഹൂദ് എന്ന് പറയുന്ന ഒരൊറ്റ വർഷം പോലും ഭൂമി കാണില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്ലോക്ക് ഫിറ്റ് ചെയ്ത് കൗണ്ട് ഡൗൺ ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു അദ്ദേഹം. എന്നിട്ട് യഹൂദിനെ നശിപ്പിക്കാൻ വേണ്ടി, ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആണവ പരിശീലനം നടത്തിക്കൊണ്ടിരുന്നത്. വെറുതെ ഇരിക്കുമോ യഹൂദൻ? പിന്നീട് അവനെ കുറ്റം പറഞ്ഞുള്ള കാര്യമുണ്ടോ? അവൻ ഈ ഭൂമി നിലനിൽക്കാൻ അവകാശമില്ലാത്ത മട്ടിൽ അവനെതിരായിട്ട് നീങ്ങുമ്പോൾ അവൻ എന്നാ ഉണ്ട്? പാലക്കാട് ജില്ലയോളം വലിപ്പമുള്ള ചെറിയൊരു രാജ്യത്തെ അതിനെ മുകളിൽ കൊണ്ട് അനുഭവം വിട്ട് കഴിഞ്ഞാൽ അവൻ ജീവിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇവന്റെ അണുബോംബ് നിർമ്മാണശാലകളും ഫാക്ടറികളും ഒക്കെ തകർക്കണം തീരുമാനിച്ചത്. അവൻ ചെയ്തു, അവൻ ചെയ്യുകയും ചെയ്യും. കാരണം അവന് തകരാൻ പറ്റില്ല. കാരണം അവന്റെ കൂടെയുള്ളത് യഹോവയാണ്. തകരാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ തകർന്നു പോകുന്ന സാഹചര്യം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ വന്ന് സംഭവിച്ചത്. സമൃദ്ധി എന്ന് പറയുന്നത് ഇസ്രായേലിന് പഴങ്കഥയായിട്ട് പോയി. പട്ടിണി കടന്നു വരികയാണ്. അതിൻ്റെ കൂടെയാണ് ഈ ആക്രമണങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ, കടന്നാക്രമണം കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ദുർബലമായി, ദൗർബല്യമായി, പലരെ ആശ്രയിക്കേണ്ടായി വന്നു. അപ്പോൾ ആ വംശത്തില് പിന്നെ നിരന്തരമായി രാജാക്കന്മാർ തന്നെ വധിക്കപ്പെടുകയും പുതിയ രാജാക്കന്മാർ വരികയും ചെയ്തു വടക്കൻ ഇസ്രായേലെങ്കിൽ. യെരൂശലേം ദേവാലയം സ്ഥിതി ചെയ്ത് യൂദായില് കുറച്ചുകൂടെ സ്ഥിരതയുണ്ടായിരുന്നു കുറെ കാലത്തേക്ക്. അതുകൊണ്ട് അവിടെ രാജാക്കന്മാർ കുറെ കൂടെ നിലനിന്നിരുന്നു. അപ്പോൾ 3 രാജാക്കന്മാരും കൊലപാതകത്തിൽ വധിക്കപ്പെട്ടു. ഇവിടെ നോക്കുക, സ്വന്തം കുടുംബത്തിൽ നടക്കുന്ന കാര്യമാണ്. 3 രാജാക്കന്മാർ വധിക്കപ്പെടുകയാണ്. അപ്പൊ അവസാനം ഓമ്രി എന്ന് പറയുന്ന ആ രാജാവാണ് കടന്നു വന്നതിന് ശേഷം ഈ യുദ്ധത്തിന് ഒരു അറുതി വരുത്തിയിട്ട് സമാധാനം സ്ഥാപിക്കാനിടയായി. ഓമ്രിയുടെ പുത്രനാണ് ആഹാബ് എന്ന് പറയുന്നയാൾ. അപ്പൊ ആഹാബിന്റെ കാലത്താണ് ഏലിയ പ്രവാചകൻ കടന്നു വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ വേദപുസ്തകഭാഗത്ത് ചരിത്രം അറിയാമെങ്കിൽ അതിന് സന്ദേശം ഉണർന്നു വരും. ചരിത്രം അറിയാൻ പാടില്ലെങ്കിൽ ഇതുവായിട്ട് നമുക്കൊന്ന് മനസ്സിലാകുന്നത് എന്താ കാര്യം, ആ കാര്യം ഇതാരാണെന്ന് ചിന്തിക്കുന്നതിന് പകരം ആ ഹിസ്റ്ററി ഒന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ മനസ്സിലിരുത്താമെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യത്തിലേക്ക് നേരിട്ടൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. എങ്ങോട്ട് പോകുന്ന രാജ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളെന്ന് നിലപാടെടുക്കണം എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവം നമുക്ക് പ്രേരണ നൽകും. നമ്മളെന്ന് നിലപാടെടുക്കുക, അല്ലാതെ രാഷ്ട്രീയക്കാർ പറയുന്നുള്ള നിലപാടല്ല നമ്മൾ എടുക്കേണ്ടത്. വചനപ്രേരിതമായിട്ട് നിലപാടാണ്.
ആ വചനപ്രേത നിലപാടെടുക്കുമ്പോൾ അത് ഇരുമ്പിലൊക്കെ പോലെ ഉറച്ചു നിൽക്കും. അവിടെ തളർച്ചയൊന്നും ഉണ്ടാവില്ല. നമ്മൾ എടുത്തിരിക്കുന്ന നിലപാട് ദൈവവചനാധിഷ്ഠിതമായ നിലപാടാണ് എടുത്തിരിക്കും. നമുക്ക് പ്രത്യേക പാർട്ടികളൊന്നും നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു പ്രതിബദ്ധതയുമില്ല. നമുക്ക് നമ്മളുടെ സമൂഹവും സഭയും രാജ്യവും ഒക്കെ നന്മയിൽ നിൽക്കണമെന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഇന്ന പാർട്ടിക്കാരെന്ന് പറയുന്നുള്ള പ്രതിബദ്ധത നമുക്കില്ല. നമുക്കതിൻ്റെ ആവശ്യവുമില്ല. അതേസമയത്ത് വചനത്തുള്ള പ്രതിബദ്ധത എന്ന് പറയുന്നത് മാറാൻ പാടില്ല, മാറ്റാൻ പാടില്ല. അവിടെ ഉറച്ചു നിന്ന് കഴിയുമ്പോൾ നമ്മൾ നിൽക്കുന്നിടം വിജയം പ്രാപിക്കും. ഭൗതികമായി ദൃഷ്ടിയിലെ പരാജയമായി വരുന്നെങ്കിൽ പോലും ആത്യന്തികമായി ദൈവം നമ്മെ വിജയിപ്പിക്കും. ഇതാണ് വചനത്തിന്റെ വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് വടക്കൻ ഗോത്രങ്ങളിലും അതിർത്തി കണ്ടമാനമായിട്ട് വളർന്നു. വടക്കൻ ഗോത്രങ്ങളിലും അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അന്തഛിദ്രം സോളമന്റെ കാലത്ത് ആരംഭിച്ചതാണ് അന്തഛിദ്രം. അന്ന് പറയാൻ പേടിയുണ്ടായിരുന്നു. ഈ ഭയങ്കര നികുതിയും ഭയങ്കര അടിച്ചമർത്തലും അടിമപ്പണിയൊക്കെ ഉണ്ടാകുമ്പോൾ അകത്ത് അന്തഛിദ്രം തുടങ്ങിയായിരുന്നു. ആ സാവധാനത്തിലാണ് ഒരു വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നത്. പെട്ടെന്നൊന്നുമല്ല. അമ്പ ആരംഭിച്ചതാണ്. അത് ആരംഭിച്ച് തകരാൻ തുടങ്ങി. ഇപ്പൊ അതുകൊണ്ട് സഹോദരങ്ങൾ തമ്മിൽ അപ്പോൾ ഭോഷനും ധിക്കാരിയുമായിരിക്കുന്ന ഈ പുത്രൻ അവനെ ഈ വഴിയെല്ലാം വെച്ചു കൊടുത്ത് അപ്പോൾ യൂദ മാത്രം പിന്നീട് കുറച്ചു കാലം നിലനിൽക്കുകയാണ്. അപ്പോൾ ശെഖേമിൽ ചെന്ന് അവിടെയാണ് ആദ്യത്തെ അംഗീകാരത്തിന് വേണ്ടിയിട്ട് ചെല്ലുന്നത്. അവിടെ ചെല്ലുക, നമുക്ക് രാജാവാണെന്നുള്ളതിന് അംഗീകാരം കിട്ടും. അപ്പൊ ശെഖേം എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടാന്ന് നമുക്കറിയാം. ശെഖേമിന് വളരെ പ്രാധാന്യം കൂടി. യാക്കോബ് ഓർക്കുന്നില്ലേ? യാക്കോബ് അന്ന് തിരിച്ചു വരുമ്പോൾ, തൻ്റെ അനുയായിയോട് തിരിച്ചു വരുമ്പോൾ അവിടെ ഏസാവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് നമുക്കറിയാം മൽപ്പിടുത്തം ഉണ്ടായി. ദൈവത്തിന്റെ മാലാഖയം അല്ലെ ദൈവം തന്നെയാണ് മൽപ്പിടുത്തം. രാത്രി വെളുക്കുന്നവരെ മൽപ്പിടുത്തം ഉണ്ടായി. അവസാനം തൊടയിൽ നിന്ന് അസ്ഥിമാര് തൊട തെന്നി മാറി എന്ന് പറയുന്നത് ആ സാഹചര്യം വരെ എത്തിക്കഴിഞ്ഞപ്പോൾ അവസാനമാണ് യാക്കോബിനോട് ദൈവം പറയുന്നത്. യാക്കോബ് പറയാ പറ്റില്ല പോകാൻ. ആരാന്ന് തോന്നിക്കഴിയും പറയാം പോകാൻ പറ്റില്ല, എന്നെ അനുഗ്രഹിച്ചിട്ട് പോകണം, താൻ ദൈവത്തിന്റെ ദൂതനാന്ന് മനസ്സിലായി. അപ്പോൾ ആ ദൂതൻ പറഞ്ഞു, അല്ലെങ്കിൽ ദൈവം പറഞ്ഞതായത് ഇനി മേലിൽ യാക്കോബ് ആയിരിക്കുകയില്ല, നീ മേൽ ഇസ്രായേലായിരിക്കും. ദൈവത്തോടും മനുഷ്യനോടും യുദ്ധം ചെയ്ത് വിജയിച്ചവൻ. അതുകൊണ്ടാണ് ഇസ്രായേൽ ഇങ്ങ് നിലനിൽക്കുന്നത്. നീ ഇനി മേലിൽ യാക്കോബ് ആയിരിക്കില്ലെന്ന്, ദൈവത്തോടും എൻ്റെ യുദ്ധം നീ വിജയിച്ചവനാ എന്ന് പറഞ്ഞ ആത്മധൈര്യം കൊണ്ട് ശക്തി വിളക്കുന്നവരെ രാത്രി മുഴുവൻ പരിശുദ്ധാത്മാവെന്ന് നിറഞ്ഞതിന്റെ അർത്ഥം ശക്തിയെ ആർജിച്ചു കഴിയുമ്പോൾ അതാ ചേട്ടൻ കൊല്ലാൻ വരുന്നു, പേടിച്ച് ഉരട്ട് യാബോക്ക് നദിയുടെ ഇക്കരെ കിടന്നിട്ട് അക്കരെ മറ്റുള്ളവരെ നിർത്തി കൊല്ലാനാ വരുന്നെങ്കിൽ ഓടി രക്ഷപ്പെടാതെ വിചാരിച്ച് ഇരുന്ന അനിയൻ ഈ ഏശാവ് എന്ന് പറഞ്ഞ ചേട്ടനെ കൊണ്ട് പ്രീതിപ്പെടുത്താൻ വേണ്ടി അങ്ങോട്ട് സമ്മാനങ്ങൾ കൊടുത്തയച്ച് എന്ന് കഴിഞ്ഞപ്പോഴത്തെ ഒരു മറുപടി ഇല്ലാവുന്നപ്പോൾ കൊല്ലുമെന്നുള്ളത് തീർച്ചയായും. അവരെന്ത് ചെയ്തു? ഇക്കരെ കിടന്ന് ഉറങ്ങിയപ്പോഴാണ് ഈ മൽപ്പിടുത്തം. പിന്നെ ധൈര്യമാർജി വീണ്ടും പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ചേട്ടൻ വന്നു. ചേട്ടൻ വന്നപ്പോൾ എന്നാ ഉദ്ദേശിച്ച ചേട്ടനല്ല, കൊല്ലാനുമില്ല, തല്ലാനുമില്ല, കടിക്കാനുമില്ല, തിന്നാനുമില്ല, കെട്ടിപ്പിടിച്ച് എൻ്റെ അനിച്ച എൻ്റെ മോനെ വിളിച്ച് നീ എൻ്റെ കൂടെ പോരെ. ഇതുപോലെ റെക്കൺസിലിയേഷൻ നടന്നു കഴിഞ്ഞപ്പം അപ്പൊ യാക്കോബ് പറഞ്ഞില്ല, ഞാനേ ഇങ്ങോട്ട് പൊക്കോളാം, ശെഖേമിലേക്ക് പൊക്കോളാം. അവിടെ പോയി നമുക്കറിയാലോ ബാക്കി സംഭവമൊക്കെ. ശെഖേമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ആ പെൺകുട്ടി ഉണ്ടായിരുന്നു. നമുക്ക് രാത്രി സഞ്ചാരം ഇഷ്ടമായിരുന്നു. രാത്രി പട്ടണം കാണാൻ ഇട്ടാന്ന് പറഞ്ഞ പള്ളി വീട് വിട്ടിറങ്ങിപ്പോകുന്ന പെൺകുട്ടികളെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇവള് വീട് വിട്ടിറങ്ങി വീട് വിട്ടിറങ്ങിപ്പോയി. അപ്പൊ ഇന്ന് തുടങ്ങിയ പണിയൊന്നുമല്ല, അന്നും ഇതുണ്ട്. നമ്മൾ വിചാരിക്കും പുരാഗമന കാലത്ത് മാത്രമാണ് ഇങ്ങനെ വഴി വിട്ടിറങ്ങി പെൺപിള്ളേർ പോകുന്നു. അവിടെ ഈ 12 പേർക്ക് ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവിടെ ഇറങ്ങി പോയി. ദീന പോയി കഴിഞ്ഞപ്പോൾ ചെന്ന് കഴിയുമ്പോൾ ശെഖേം എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേരും അവിടെയുള്ള ഒരു രാജപുത്രന്റെ പേരും കൂടിയാണ്. അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ മോഹിച്ച് അവളെ പിടിച്ച് ബന്ധിച്ച് ആപ്പാടെ അപമാനിച്ചപ്പോൾ ബാക്കി സംഭവം നിങ്ങൾക്ക് അറിയാവുന്ന. തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കും ചേട്ടന്മാർക്ക് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേല്ലാം ഭയങ്കര ക്ഷുഭിതരായി. അവരെന്തായത് അവർ വന്ന് കാലെ കൈയവണി, ഞാൻ കെട്ടിക്കോളാം എന്നൊക്കെ പറയുന്നത് സമ്മതിച്ചില്ല. കെട്ടിക്കോളാന്നൊക്കെ ഒന്നും സമ്മതിച്ചില്ല. അവസാനം എന്നാ സംഭവിച്ചേ? ഒരു ശരി, എന്നാൽ നിങ്ങൾ എല്ലാവരും പരിച്ഛേദനം ചെയ്യണം, ഞങ്ങളുടെ കൂടെ കൊള്ളണം. അവർ കണ്ടിന്യൂ സമ്മതിച്ചു. രാത്രി പരിച്ഛേദനം കഴിഞ്ഞ്, നമുക്ക് ഇന്നത്തെ കാലത്തെ പോലെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള സംവിധാനമൊന്നും ഇല്ലല്ലോ പരിച്ഛേദനത്തിന്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റം മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കരിയാനുള്ള മരുന്ന് കൊടുക്കാനും മരുന്നൊന്നും ഇല്ലല്ലോ. വല്ല ഉപ്പും ഒക്കെ വെച്ച് കെട്ടിക്കൊണ്ട് ഇരുന്ന് രാത്രി മുഴുവൻ നീര് പോഞ്ഞിരിക്കുന്ന അവസരത്തിൽ ഇവന്മാർ 2 എണ്ണം കൂടെ ആളെ സംഘടിപ്പിച്ച് ചെന്നാൽ എല്ലാത്തിനെയും കൊന്നു കളഞ്ഞു. അതുകൊണ്ടാണ് 49 അധ്യായത്തിൽ വരുമ്പോൾ യാക്കോബ് അനുഗ്രഹം കൊടുക്കുമ്പോൾ ഈ 2 പേരെ മാറ്റി. ലേവിയും ശിമെയോനും 2 പേരും കൂടി പണിയിട്ട് നേതൃത്വം കൊടുക്കും. അപ്പൊ അതാണ് ശെഖേം എന്ന് പറയുന്ന സ്ഥലം. പിന്നെ നമുക്ക് ശെഖേമിനെ അറിയാം. എവിടെയാ? ശെഖേമിലായിരുന്നു പേടക ഇരുന്നത്. അവിടെയായിരുന്നു ഏലി പുരോഹിതൻ ഇരുന്നത്. അവിടേക്കാണ് ഹന്ന എന്ന് പറഞ്ഞ സ്ത്രീ എൽക്കാനായി 2ാമത്തെ ഭാര്യ പെനീനായുമായിട്ട് പോയത്. ഇതാണ് ശെഖേമിന്റെ പ്രാധാന്യം. ശെഖേം തീർത്ഥാടന കേന്ദ്രമായിരുന്നു. അപ്പൊ ആ ശെഖേം തലസ്ഥാനമാക്കാൻ ആഗ്രഹിച്ചു. ശെഖേം തലസ്ഥാനമാക്കി. അപ്പോൾ ആ ടൈം ആയപ്പോൾ യെറോബോവാം നേതാവ് രാജാവ്
അപ്പോൾ ഈജിപ്തിലേക്ക് ഒളിച്ചോടി പോയവനാണ് ഇവിടെ ആപ്പാടെ പശ്ചിമാബന്ധം തിരിച്ചു വന്നുകൊണ്ട് അത് ഇവരുടെ രാജാവായിട്ട് തീരുന്നു. അപ്പോൾ പരിചയസമ്പന്നനായ ആളായിരുന്നു ഈ പറഞ്ഞ ജെറോബോവാം എന്ന് പറയുന്ന ആൾ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? എല്ലാം കൂടെ കൂടി നിർദ്ദേശിച്ചു, അദ്ദേഹത്തെ രാജാവാക്കി. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ആ ഘട്ടങ്ങളിൽ ഇവർക്ക് ശക്തമായ നേതൃത്വം നൽകി. ആദ്യഘട്ടങ്ങളൊക്കെ കുറേയേറെ കാലം 25-30 വർഷങ്ങളോട് അദ്ദേഹം ഭരിച്ചു ഭംഗിയായിട്ടൊക്കെ കൊണ്ടുപോയതാണ്. അപ്പോൾ സോളമന്റെ കാലം ഈ അടിമകളെ പോലെ ഇപ്പം മുൾച്ചാട്ട കൊണ്ട് അടിച്ചിരുന്ന് നോക്കണം. എന്നാ മുൾച്ചാട്ടം എന്ന് പറയുന്നത് ഈ തേളിന്റെ ആകൃതിയിലൊന്നാണ്, വലിച്ചു കുത്തി വലിക്കുന്നതാണ് മുൾച്ചാട്ട എന്ന് പറയുന്ന സാധനം. അപ്പോൾ അങ്ങനെ ജനം അങ്ങ് തള്ളി റഹോബോവാമിനെ തള്ളി കഴിയുമ്പോഴത്തേക്കും ഇവിടെ യൂദായെ മാത്രമല്ല അവശേഷിക്കുക. അപ്പോൾ ജെറോബോവാം രാജാവായി തീരുന്നു. പക്ഷേ സൈന്യമില്ല. സൈന്യം ആരുടെ കയ്യിലാണ്? റഹോബോവാമിന്റെ കയ്യിലാണ്. സൈനിക ശക്തിയൊക്കെ അവിടെയായിരിക്കും. ഇവിടെ സൈന്യമൊന്നുമില്ല. പക്ഷേ ഇവിടെ ബെഞ്ചമിൻ ഗോത്രം അങ്ങോട്ട് ലയിച്ചു. ബെഞ്ചമിൻ ഗോത്രവും യൂദായും ഒന്ന് ചേർന്നു. മറ്റൊരു 10 പേരും അങ്ങോട്ട് തിരിച്ചു മാറി. അപ്പോൾ അതാണ് സംഭവം. ആ സംഭവത്തിൽ മനസ്സിലാക്കുന്ന ഭാഗം എന്താണ്? അവിടെയാണ് ജനത്തിന് ഉള്ള പ്രാധാന്യം നഷ്ടപ്പെടുത്തിയിട്ട് രാജഭരണത്തിന്റെ ക്രൂരതയിലേക്ക് ഭരണം മാറുന്നത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പൊ ജനത്തിന്റെ അജ്ഞതയിൽ തളച്ചിടാൻ ആഗ്രഹിച്ചു രാജാക്കന്മാർ. ജനത്തെ അജ്ഞതയിൽ തളച്ചിട്ട് അടിമത്ത് തന്നെ കിടത്താൻ ആഗ്രഹിക്കുന്നത് തന്നെ സംഭവിക്കുന്നതല്ലേ. എന്നെ ഇത്രയധികമായിട്ട് മിഷണറിമാരുടെ എതിർപ്പ് അവരിങ്ങനെ മാമോദിസ മുക്കുന്ന പരിവർത്തനം നടത്തുന്നതൊന്നുമില്ല. എതിർപ്പ് മുഴുവൻ വിദ്യാഭ്യാസം കൊടുക്കുന്നതുകൊണ്ടാണ്. അടിമത്തത്തിൽ കിടക്കുന്ന ജനത്തിന് വെളിച്ചം കൊടുക്കുമ്പോൾ അവർ അടിമയാകാൻ ആഗ്രഹിക്കുന്നില്ല. അവർ ഒന്നടങ്കം ചടപടാൻ എണീറ്റ് വരും. അതുകൊണ്ടാണ് അതിശക്തമായ എതിർപ്പ് മിഷണറിമാരോട് വടക്കേ ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. ഇപ്പം പറയുന്ന കേട്ടില്ലേ, വടക്കേ ഇന്ത്യയിൽ അവർക്ക് ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യാന്നതിന്റെ പേരിൽ അവരുടെ പേര് ED അന്വേഷണം നടക്കുന്നു. ഇന്നത്തെ വാർത്തയാണ്. അതാ ക്രൈസ്തവ സ്ഥാപനങ്ങൾ നേരെ ED അന്വേഷണം നടത്തും. ഏതെങ്കിലും പീഡിപ്പിക്കാതൊക്കെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ആൾക്കാരും പോലെ കേമോ എന്ന് പറയുന്ന പാർട്ടിയുടെ ആൾക്കാരാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അവര് വോട്ട് ചെയ്തില്ലെന്നുള്ള പേരിൽ ED അന്വേഷണം നടത്തിയിട്ട് ഏതെങ്കിലും തരത്തിൽ കുരുക്കി വിഷമിപ്പിക്കാനുള്ള പരിപാടി ഇപ്പം നടന്നുകൊണ്ടിരിക്കും. ഓട്ടെ, നമ്മുടെ രാജ്യത്തിന്റെ കാര്യങ്ങളായി പറഞ്ഞു വരുന്നത്. ഏതായാലും ജനത്തെ അജ്ഞതയിൽ കിടത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ടത്. ക്ലേശം എന്താണെന്ന് ഈ രാജാവിന് അറിയാൻ പാടില്ല. അപ്പോൾ ജനരോഷത്തിന്റെ ശക്തി എന്നൊരു ഇളകി പറഞ്ഞാൽ എവിടെ പോയി നിൽക്കണമെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ജനസ്വരത്തിന് കാതോർക്കാതെ പോകുന്ന ആ ഒരു ഭരണാധികാരികൾക്ക് വന്നു ഭവിച്ച ദുരന്തമാണ് റഹോബോവാമിന്റെ കാലത്തിൽ വന്നു ഭവിച്ചിരിക്കുന്നത്. അതേസമയത്ത് ജെറോബോവാം അടിമകളുടെ മേൽനോട്ടം നടത്തിയിരുന്നയാളാണ്. സോളമന്റെ കാലഘട്ടത്തിൽ ഭരണപരിചയമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു സാവൂളുമായിട്ട് സാമ്യം വേണമെങ്കിൽ പറയാം. സാവൂൾ രാജാവ് എങ്ങനെയായിരുന്നു? സാവൂൾ രാജാവ് ശക്തനായ രാജാവായിരുന്നു. ആദ്യത്തെ രാജാവ് ഇസ്രായേലിന്റെ. അദ്ദേഹത്തിന് ഒരു കുഴപ്പമൊന്നുമില്ല. അദ്ദേഹത്തിന് നല്ല ആകാര ഭംഗിയും വളരെ ശക്തിയും, അദ്ദേഹത്തിന് ചെന്ന് കണ്ടാൽ തന്നെ മനുഷ്യൻ കൈകൂപ്പുന്ന വ്യക്തിത്വമായിരുന്നു. പക്ഷെ അവസാനം സംഭവിച്ചേ, എവിടെയോ യഹോവയിൽ അകത്ത് കഴിഞ്ഞപ്പോ തകർച്ചയുണ്ടായി, ഭയങ്കരമായ തകർച്ച. ഇവിടെ ഈ പറയുന്നയാള് ഈ 22 വർഷം ഭരിച്ചു. ജെറോബോവാം 22. അവിടെ അഹിയ എന്ന് പറയുന്ന പ്രവാചകൻ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ഭയങ്കരമായ 2 ആരാധനാലയങ്ങൾ ഇദ്ദേഹങ്ങൾ പണികഴിപ്പിച്ചു കൊടുത്തു ജെറോബോവാം. ഇതിനു വേണ്ടിയിട്ടാ ഈ ജനം മുഴുവൻ ജെറൂസലേമിനോട് അറ്റാച്ച്ഡ് ആണ്. ജെറൂസലേമിലേക്ക് തീർത്ഥാടനം നടത്തും. അവർ ചെയ്ത് പരിശീലിച്ചതാണ്. 2 രാജ്യമായിട്ട് വിഭജിക്കപ്പെട്ടാലും അവരുടെ ഹൃദയം ഇരിക്കുന്നത് ജെറൂസലേമിലാണ്. അപ്പൊ ജെറൂസലേമിലേക്ക് പോകരുത്. ജെറൂസലേമിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ആ രാജാവുമായിട്ട് ബന്ധപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോ അവിടെ യൂദാ രാജാവുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടുള്ള അപകടമാണ്. പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ചെയ്ത പണിയാണ് 2 വമ്പൻ ദേവാലയം, ആരാധനാലയങ്ങൾ വിഗ്രഹാരാധനയ്ക്കായിട്ട് പണം ഉയർത്തി കൊടുത്തു. പോരെ, നോക്കിക്കേ തകർച്ച പോകുന്ന പോക്കുണ്ടോ? യഹോവയിൽ നിന്ന് അകലുക മാത്രമല്ല, വിഗ്രഹാരാധനകൾ സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. അപ്പൊ എന്നാ ചെയ്യുന്നു? തീർത്ഥാടനം തുറന്നാൽ കൂറുമാറുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് തടയാൻ വേണ്ടി ചെയ്ത പണിയാണ്. പലപ്പോഴും ഈ പറയുന്ന രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു, രാഷ്ട്രീയം മതത്തിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞാൽ ഇടകലർന്ന് കിടക്കുന്ന ഒരു കാര്യങ്ങളാണ്. പലപ്പോഴും മതത്തെ ഭരണാധികാരികളും രാഷ്ട്രീയക്കാരും ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. മതം അങ്ങോട്ട് ഇടപെടുന്നൊന്നുമല്ല, അവരുപയോഗിക്കുക. അപ്പം അങ്ങനെ പ്രതികരിക്കും. അപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഷെക്കേം തലസ്ഥാനമാക്കി അബ്രഹാമിന് ആദ്യം പ്രത്യക്ഷപ്പെട്ട സ്ഥലം കൂടിയാണ് ഷെക്കേം എന്ന് പറയുന്നത്. ആദ്യം അത് ബലപീഠം പണിത് അവിടെയാണ്. അബ്രഹാം ആദ്യം ബലപീഠം പണിത് ഷെക്കേമിലാണ്. അതുപോലെ തന്നെ ജോസഫിന്റെ അസ്ഥികൾ നമുക്കറിയാവുന്ന ഈജിപ്തിൽ പോരുന്ന അവസരത്തിൽ ജോസഫ് നേരത്തെ പറഞ്ഞിരുന്നു, തന്നെ സംസ്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് പുറത്തോട്ട് പോയി കഴിയുമ്പോൾ എൻ്റെ അസ്ഥികൾ കൂടി കൊണ്ടുപോകണം കാനാൻ ദേശത്തേക്ക്, വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് കൊണ്ടുപോയപ്പോൾ ആ അസ്ഥി കൊണ്ട് സംസ്കരിച്ചത് ഷെക്കേമിലാണ്. അതാ ഷെക്കേമിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അതും മാത്രവുമല്ല, ജോഷുവയുടെ പുസ്തകത്തിൽ 24 അധ്യായം വരുമ്പം കാണാം,
അവർ കാനാൻ ദേശം ഭക്തർ പിടിച്ചടക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ അവിടെ ഈ യോശുവ അവരെ കൊണ്ട് ഉടമ്പടി നവീകരണം നടത്തുന്നുണ്ട്. യോശുവയുടെ പുസ്തകത്തിന്റെ 24-ാം അധ്യായമാണ്. അത് ഷെക്കേം എന്ന് പറയുന്നത് ഏബാൽ എന്ന് പറയുന്ന വലിയ പർവ്വതത്തിന്റെ, ഗെരീസീം എന്ന് പറയുന്ന പർവ്വതത്തിന്റെ ഈ മലകൾക്ക് ഇടയിലുള്ള സ്ഥലമാണ് ഷെക്കേം എന്ന് പറയും. നമുക്കറിയാം ഏബാലിന്റെയും ഗെരീസിന്റെയും പ്രാധാന്യം എന്താണ്. കർത്താവ് സമറിയക്കാരി സ്ത്രീ കർത്താവ് ചോദിക്കുന്നത് എവിടെ ആരാണ് നടത്തേണ്ടത്, ഗെരീസിമിലാണ് ചോദിക്കാൻ. എൻ്റെ പശ്ചാത്തലം അറിയാമെങ്കിൽ മനസ്സിലാവുന്ന ചോദിക്കാൻ കാരണം എന്താണ്, ഗെരീസിമിലാണ് ആരാണ് നടത്തേണ്ടതെന്നാണ് ഇവിടെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ചെറുപ്പ. അപ്പൊ അതുകൊണ്ട് എവിടെയാണ് നടത്തേണ്ടതെന്നുള്ള സംശയം ഉണ്ടായപ്പോൾ അവൾ ചോദിച്ചത്. അപ്പൊ കർത്താവ് പറഞ്ഞ് ആ മലയിലുമല്ല ഈ മലയിലുമല്ല, സത്യത്തിലും രൂപയിലുമാണ് ആരാണ് നടത്തുന്നത്. കർത്താവ് പഠിപ്പിച്ച ഭാഗം മനസ്സിലാക്കുക. അപ്പം കൊണ്ട് നല്ല വളരെ പ്രാധാന്യമുള്ള പാതകൾ ആ വഴിയെ കടന്നു പോകുന്നതുകൊണ്ട് അവർക്ക് വളരെ കൃത്യമായ വ്യവസായം വളരുന്നതെല്ലാം ഉണ്ടായിരുന്നു. അത് താഴ്വരയായതുകൊണ്ട് ശത്രു ഇടപെടാൻ സാധ്യതയുണ്ട്, ശത്രു പെട്ടെന്ന് കിടന്നാൻ സാധ്യതയുണ്ട്. അത് മറ്റൊരു സ്ഥലത്തേക്ക് അവിടുന്ന് കുറെ അകലത്തിലുള്ള നിർവ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്നറിയപ്പെടുന്ന തെൽ എൽ ഹാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കും അവിടെ അങ്ങോട്ട് തലസ്ഥാനം മാറ്റി. അവിടെ നിന്നാണ് പിന്നീട് സമറിയയിലേക്ക് മാറ്റി. സമറിയ വടക്കൻ സ്ഥാനം തലസ്ഥാനം പെട്ടെന്ന് ചോദിച്ചാൽ സമറിയ എന്നാണ് ഇപ്പം പറയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തീർത്ഥാടനം തടയാൻ വേണ്ടി ഭയങ്കരമായ രീതിയിൽ ആരാധനാലയങ്ങൾ ബഥേലിൽ ഉണ്ടാക്കി. അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ എഫ്രൈം ഗോത്രങ്ങൾ വകയായിട്ട് വേറെയും ഉണ്ടായി. പാപിതത്തില് വടക്കുള്ള ദാനും ആ 2 സ്ഥലങ്ങളിൽ ആരാധനകൾ ഉണ്ടാക്കിയിട്ട് ജെറുസലേം ദേവാലയത്തിന് ബദലായിട്ട് ദേവാലയങ്ങൾ പണിതുയർത്താൻ ശ്രമിച്ചു. ദൈവത്തിൻ്റെ സാന്നിധ്യമോ ദൈവത്തിൻ്റെ സപ്പോർട്ടോ കൂടെ ഇല്ല എന്ന കാര്യം നമുക്കറിയാം. അപ്പോൾ പരാജയപ്പെടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എളുപ്പം പെട്ടെന്ന് ദാൻ പട്ടണത്തിലേക്ക് വരാം, തെക്കും വടക്കുമാണ് വരാം. അങ്ങനെ സണ്ണ കാളക്കുട്ടിയെ കൊണ്ട്, അതായത് യഹോവയുടെ പാദപീഠമാണ് ഈ കാളക്കുട്ടി എന്ന് പറഞ്ഞാണ് ഞാനിത് പറ്റിച്ചത്. യഹോവയുടെ പാദപീഠമാണ്, അതുകൊണ്ട് യഹോവ തന്നെയാണ് എന്ന് പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് ആ ആരാധന ഉണ്ടാക്കി. ജെറുസലേമിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഉദ്ദേശം ഇതാണ്. ആരാധനയൊന്നുമല്ല ഇവിടെ ഉദ്ദേശം. അവിടെ ഉദ്ദേശം ജെറുസലേമിലേക്ക് പോകാൻ പാടില്ല, അവിടെ രാജാവുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല. അതുകൊണ്ട് കെരൂബുകളുടെ സ്ഥാനമാണ് ഈ കാളക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കാൻ നോക്കി. പക്ഷേ കാളക്കുട്ടി ആരുടെ ആയിരുന്നു? കാളക്കുട്ടി കാനാൻകാരുടെ ദൈവത്തിന്റെ വാഹനമായിരുന്നു. ആണ് പ്രത്യേകത. ബാൽദേവന്റെ പാപത്തിൽ അവരുടെ ചിന്തകളെല്ലാം മാറി യഹോവയെ മറന്നിട്ട് യഹോവയും അതുപോലെ തന്നെ ബാലുമായിട്ട് വ്യത്യാസമില്ലാത്ത നിലയിലേക്ക് ജനത്തിലേക്ക് തെറ്റിദ്ധാരണകൾ കടന്നു വന്നു. നമ്മുടെ ഇടയിലും ഈ മതേതരത്വം ഒക്കെ പറയുമ്പോൾ ആ മതേതരത്വത്തിന്റെ നമ്മുടെ പ്രത്യേകത പലരും കളിയാക്കാറുണ്ടല്ലോ. മതേതരത്വത്തിന്റെ പ്രത്യേകത, നിങ്ങൾ ഇന്നലെ ഒരാൾ പറയുന്നത് കേട്ടും, നിങ്ങൾ കൃഷ്ണനെ ദൈവമായിട്ട് ആരാധിക്കുമോ? ആണെങ്കിൽ ഞങ്ങൾ ക്രിസ്തുവിനെ ആരാധിക്കും. കൃഷ്ണന്റെ ഗീതങ്ങൾ നിങ്ങൾക്ക് ദേവാലയത്തിൽ പാടാമോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സമ്മതിച്ചു തരാം. ഇത് നിങ്ങൾ ചെയ്യില്ലല്ലോ. ആ മക്കൾ ആ സഹോദരൻ ചെയ്യാൻ പാടില്ല. കാരണം ഇത് വെളിപാടിന്റെ മതമാണ്, ഇത് പ്രകൃതിയുടെ മതമല്ല, വെളിപാടിന്റെ മതമാണ്. എന്ന് പറയാൻ വെളിപ്പെടുത്തപ്പെട്ട സത്യം നിൽക്കുന്ന മനുഷ്യൻ കണ്ടെത്തിയ സത്യങ്ങളിൽ ഇത് ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഐതിഹ്യത്തിൽ നിൽക്കുന്നതല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും മിത്തിൽ നിൽക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഈ കാര്യങ്ങളൊന്നും ചരിത്രബദ്ധമായ സംഗതികളിൽ വെളിപ്പെട്ട സത്യങ്ങളും മേലാണ് ക്രിസ്ത്യാനിയുടെ വിശ്വാസം നയിക്കുന്ന പ്രിയപ്പെട്ട സഹോദര. അതൊന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പാടില്ലാത്തതും. അതുകൊണ്ട് ഏകദൈവമായ കർത്താവിനെ അവിടുന്ന് ഏകസൃഷ്ടാവാകുന്നു. അത് ആദ്യം പോലെ തന്നെ ആ പറഞ്ഞ യഹൂദന്മാർ പറഞ്ഞ ഒരേ ഒരു കർത്താവാണ് ദൈവമായ കർത്താവ്. അതുകൊണ്ട് ഹൃദയത്തിലും മനസ്സിലും എപ്പോഴും ആ ഒരേ കർത്താവിനെ ചിന്തയല്ലാതെ മറ്റൊരു പകരം മതതരത്വത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവനെ ആരാധിക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് ഞങ്ങളോട് പണങ്ങേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇത് ഞങ്ങളുടെ കുറ്റമൊന്നുമല്ല, വെളിപ്പെടുത്തപ്പെട്ട സത്യമാണ്. ഈ സത്യത്തെക്കുറിച്ച് ബോധ്യം ദൈവകൃപയിലാണ് ഉണ്ടാകുന്നത്. ദൈവകൃപയിൽ ഉണ്ടാകുമ്പോൾ ഈ എതിർത്ത് നിൽക്കുന്നവർ ഇങ്ങോട്ട് വരും. അതാണ് ചരിത്രം. എതിർത്ത് നിൽക്കുന്നവരും ദൈവത്തിന് കൃപ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അറിയാതെ കടന്നു വരും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മറ്റേതൊക്കെ പ്രിപ്പാരറ്ററി ആയിരുന്നു, ഒരുക്കങ്ങളായിരുന്നു, മനുഷ്യന്റെ പ്രകൃതിയിൽ നിന്നുള്ള വിളിയായിരുന്നു. ഇത് ഇങ്ങോട്ട് വന്നതാ. ഇത് മനുഷ്യനെ അന്വേഷിച്ച് വന്ന ദൈവമാണ്. ദൈവത്തെ അന്വേഷിച്ച് പോയ മതമല്ല, മനുഷ്യനെ അന്വേഷിച്ച് വന്ന ദൈവമാണ്. ഇത് ഇങ്ങോട്ട് ഇറങ്ങി വന്ന ദൈവമാണ്. ഇത് ആടുകൾക്ക് വേണ്ടി സ്വയം ബലിയാകാൻ വന്ന ദൈവമാണ്. ഇത് മുൾച്ചെടിയിൽ ആടിനെ വലിച്ചെടുത്ത് തന്റെ കയ്യിൽ പിടിച്ചു നടക്കുന്ന നല്ലയിടേന്റെ ദൈവമാണ്. ആ ദൈവത്തിന്റെ പ്രത്യേകത അത് മറ്റവർക്കും ഉണ്ടാകാൻ പാടുള്ളൂ, അല്ല നടക്കുകയില്ല. അതുകൊണ്ട് ഈ നമ്മുടെ മതേതരത്വം എന്ന് പറയുന്നതിന് മറ്റുള്ള മതങ്ങളെ അവരുടെ മൂല്യങ്ങളെയും അതേപടി ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്നതാണ്. അതായത് അവരുടെ ദൈവങ്ങളെ ദേവാലയത്തിൽ കയറ്റി വെച്ച് നമ്മൾ ആരാധിക്കുക എന്നുള്ളതല്ല. അത് അവരുടെ ആരാധനയെ നമ്മൾ അതേപടി അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. അതാണ് ചെയ്യേണ്ട സംഗതി. അതേസമയത്ത് നമുക്ക് വെളിപ്പെടുത്തപ്പെട്ട സത്യന്തം മറയില്ലാതെ തുറവിയോട് കൂടി കറയില്ലാതെ കളങ്കമില്ലാതെ ജനമധ്യത്തിൽ പ്രഘോഷിക്കുക എന്നുള്ള കൽപ്പനയാണ്. അല്ല അവ മറ്റൊന്നും നമ്മുടെ ഔദാര്യമൊന്നുമല്ല. ഇത് കമാൻഡാണ്. പോകുവിൻ, സുവിശേഷം അറിയിക്കുവാൻ,
ലോകം എല്ലായിടത്തും ചെല്ലുവൻ, ഇത് അറിയിക്കാൻ പറഞ്ഞ കൽപ്പനയാ. വിശ്വസിച്ച് വെക്കുന്ന മാമോദിസ നൽകുവേൻ എന്നൊക്കെ പറഞ്ഞ സംഗതി കർത്താവിന്റെ സ്വർഗാരോഹണ വേളയിൽ ശിഷ്യന്മാർക്ക് കൊടുത്ത ഡയറക്റ്റ് ആയിട്ടുള്ള കമാൻഡാ. ഈ കമാൻഡ് നിൽക്കുന്ന സഹോദര, എന്നെ കേൾക്കുന്നവരിൽ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കിയുള്ള, ക്രിസ്ത്യാനിക്ക് ഒരിക്കലും മറ്റൊന്നിനെ ദൈവമായിട്ട് ആരാധിക്കാൻ സാധിക്കുകയില്ല. ഇത് ഒറ്റ ദൈവമുള്ളവിടെ. ആ ദൈവം ആകാശവും സത്യ ദൈവമാണ്. ആ ദൈവത്തിന് ഒറ്റ പുത്രനാണ്. ആ പുത്രൻ മനുഷ്യനായിട്ട് അവതരിച്ചതാണ്. ആ മനുഷ്യൻ അവതരിച്ച പുത്രൻ പാപപരിഹാരാർത്ഥം തന്നെ ബലിയായിട്ട് നൽകിയതാണ്. ആ പുത്രൻ മൂന്നാമത് ഉയർത്തെഴുന്നേറ്റവനാണ്. ആ പുത്രൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ആ പുത്രൻ കടന്നു വരുന്ന പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവ് ജീവിക്കണമെന്നാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നവൻ. അപ്പൊ അതുകൊണ്ട് ഇത് വിട്ടിട്ട് മറ്റൊരു ആരാധന എന്ന് പറയുന്ന സംഗതി ഉൾക്കൊള്ളാൻ പറ്റില്ല. അതേസമയത്ത് ഉൾക്കൊള്ളാൻ പറ്റില്ല എങ്ങനെയാ, മനസ്സിലാക്കാനും ബഹുമാനിക്കാനും പറ്റും. പക്ഷേ അവിടെ വന്ന് ദേവാലയത്തിൽ കയറ്റി വെച്ച് ആരാധിക്കാൻ പറഞ്ഞാൽ നടക്കില്ല. അങ്ങനെ ഒരു മതേതരത്വം ഇവിടെ ആവശ്യവുമില്ല. അതായത് ക്രൈസ്തവീയതയ്ക്ക് അതിൻ്റെ വളരെ കൃത്യമായ യുണീക്നെസ് ഉണ്ട്, അനന്യതയുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് സംശയരഹിതമായി പറയുന്ന ആരും പേടിക്കേണ്ട കാര്യമില്ല. അതിനകത്ത് കുറവൊന്നുമില്ല. നമ്മളത് വാസ്തവത്തിൽ അന്തേഷമുള്ളവരുമല്ല, വെറുപ്പുള്ളവരുമല്ല, ഇതൊന്നുമല്ല. ഈ സത്യം പകൽ പോലെ വെളിച്ചം, സൂര്യന്റെ പ്രകാശമാണെന്ന് പറയാൻ, പ്രകാശം എന്ന് നമുക്ക് പറയാൻ പറ്റണ്ടേ? അപ്പൊ അതുകൊണ്ട് അത് പറയുന്നു, ഞാൻ ലോകത്തിന് പ്രകാശമാണെന്ന് പറഞ്ഞവനെ എടുത്തു കാണിക്കാം, ഇത് പ്രകാശമാണ്. ആ പ്രകാശത്തെ പറയാൻ നമുക്ക് കടമയുണ്ട്. അതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കാനാൻകാരെ പ്രതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ രാജാവ് ചെയ്തത്. കാളക്കുട്ടിയെ കൊണ്ടുവച്ചു. അവരുടെ ദൈവമാണ് കാളം. കാനാൻകാരെ പ്രതിപ്പെടുത്താൻ വേണ്ടി കാളക്കുട്ടിയെ കൊണ്ടുവച്ചു. എന്നിട്ട് അങ്ങോട്ട് നമ്മുടെ ജനത്തോട് പറഞ്ഞത് കെരൂബുകളാണെന്ന് പറയും. അത് യഹോവയുടെ സിംഹാസനമാണെന്ന് പറയും. പക്ഷേ മനുഷ്യന്റെ വിശ്വാസം വഴിതെറ്റി പോകാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് അന്ധവിശ്വാസങ്ങൾ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരാനായിട്ട് ഇടയാവരുത്. നമുക്ക് ഒറ്റ ദൈവമേ ഉള്ളൂ, ഏകദൈവം, ഏകകർത്താവ്, ഒരേ മൃഗം, ഒരു മാമോദിസ, വേറൊന്നുമില്ല, അപ്പുറത്തോട്ടൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അന്ധവിശ്വാസം കടന്നു വരാൻ ഇടയാകരുത്. മറ്റുള്ള ദൈവങ്ങളെ ആരാധിക്കുന്ന പോലെയാണ് മനുഷ്യകൽപ്പിതമായ സങ്കല്പ ദൈവങ്ങളായ ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ഐതിഹ്യങ്ങളൊന്നും ദൈവമായിട്ട് ആരാധിക്കാൻ പാടുള്ളതല്ല. അമ്പലത്തിലും കൊടുത്തേക്കാം ഒരു വിളക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ നേരാൻ പാടുള്ളതല്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അവിടെ ഒരു വിളക്ക് നേരത്തെ കൊടുത്തേക്കാം, അവിടെ ഇരിക്കുന്ന ആ ദേവി അത് പ്രസാദിച്ചാലോ അനുഗ്രഹമാണെന്ന് ചിന്തിക്കുന്ന മനുഷ്യരില്ലാതൊന്നുമില്ല നമ്മുടെ ഇടയിൽ. നടക്കില്ല, ശരിയില്ല, തെറ്റാണ്, ചെയ്യാൻ പാടുള്ളതല്ല. കാരണം നമുക്ക് ദൈവം നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട് കിട്ടും. മോശ പറഞ്ഞതുപോലെ ഇത്ര ശ്രേഷ്ഠമായ, നമ്മൾ എപ്പം വിളിച്ചാലും ഓടി അടുത്തെത്തുന്ന ഒരു ദൈവം വേറെ ഏത് ശ്രേഷ്ഠ സമൂഹത്തിനാണ് ഉള്ളതെന്ന് വ്യക്തമായിട്ട് മോശ ചോദിച്ചില്ല. അന്ന് നാം വിളിക്കുമ്പോഴൊക്കെ അടുത്തെത്തുന്ന ഒരു ദൈവം വേറെ ഏത് ശ്രേഷ്ഠ സമൂഹത്തിനാണല്ലോ? അങ്ങനെ ഒരു ദൈവം നമ്മുടേത്. നിലവിളി കേൾക്കുന്ന ദൈവം, വിളിച്ചാൽ ഓടി എത്തുന്ന ദൈവം, സമീപത്ത് വരുന്ന ദൈവം, നമ്മുടെ പ്രയാസങ്ങൾ ഏറ്റെടുക്കുന്ന ദൈവം, നമുക്ക് സൗഖ്യം നൽകുന്ന ദൈവം, നമ്മുടെ ഹൃദയത്തിന് സമാധാനം, നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്ന ദൈവം. ആ ദൈവത്തെ പറ്റി നമുക്ക് ഒരേടപാടുമില്ല എന്ന കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ട് ആ സമ്പത്തും പ്രശസ്തിയും സ്വാധീനവും ഇത് ഇന്ന് മനുഷ്യൻ അന്വേഷിച്ച് നടക്കുമ്പോൾ ഇങ്ങനെയുള്ള വഴിതെറ്റിയ ചിന്തകളിലേക്ക് പോകാനായിട്ട് ഇടയാവരുത്. സമ്പത്തിന് വേണ്ടിയിട്ട്, പ്രശസ്തിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്വാധീനത്തിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ അന്ധവിശ്വാസങ്ങളെ പുൽക്കുന്ന രീതി ഉണ്ടെങ്കിൽ അത് വേണ്ട, അതങ്ങ് മാറ്റി നിർത്തുന്നത് നന്നായിരിക്കും. ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഭാഗം നമ്മുടെ മനസ്സിൽ ധ്യാനത്തിനായിട്ട് എടുക്കുക. അന്നുണ്ടായിട്ടുള്ള ആ വിഭജനത്തിൻ്റെ കാരണവും അത് കഴിഞ്ഞുള്ള 2 ലൈൻ രാജാക്കന്മാരുടെ പോക്കും, പിന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ നാശങ്ങളും, വിഭജിക്കപ്പെട്ട് കഴിഞ്ഞുണ്ടായ ദൗർബല്യവും, അപ്പോൾ ശത്രുക്കൾ കടന്നു വന്നതും, പിന്നെ ആക്രമണത്തിന് വിധേയമാകുന്നതും, പിന്നെ അങ്ങോട്ട് കാണാൻ പോകുന്നതേ ഉള്ളൂ. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിനും ചരിത്രയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.